യെസ് തൗഫീക്ക് മറുപടി പറയാം. 5 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പ്ലീസ്. ഇതൊന്നും ചർച്ച ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് വയ്യ, ഇതൊന്നും ചർച്ച ചെയ്യാൻ വയ്യ. ഇത്രയും കള്ളത്തരം കാണിച്ച ഒരു പാർട്ടിക്ക് ശ്രീ രവിശങ്കർ പ്ലീസ്. ശ്രീ രവിശങ്കർ അതേ സംസാരിച്ചല്ലോ. പറയട്ടെ. തൗഫീഖിന്റെ ഊഴമല്ലേ, തൗഫീഖിന്റെ അവസരമാണ് അത് താങ്കൾ ഇടപെട്ട് കൊളാക്കാതെ പ്ലീസ്. രവിശങ്കർ ഇത് പറയട്ടെ പ്ലീസ്, തർക്കിക്കാതെ. അല്ല എന്റെ സമയമാണ്. അല്ല, ഞാൻ തൗഫീഖിനെയാണ് വിളിച്ചത്. ഞാൻ കേട്ടില്ല. ഓക്കെ പ്ലീസ്. മിസ്റ്റർ തൗഫീഖ്, നിങ്ങൾക്ക് വായി തോന്നുന്ന പറയാനല്ല CPIM. പറയട്ടെ. അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു, അങ്ങ് വലിയ രീതിയിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ കേരളത്തിന്റെ പുറത്ത് കരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളുടെ പാർട്ടിക്ക് മത്സരിക്കണമെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയിലാണ് നിങ്ങൾക്ക്. അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തെ പറയാൻ അനുവദിക്കും. തമിഴ്നാട്ടിൽ ബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ ബന്ധമുണ്ടെങ്കിൽ DMK സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ട് ബന്ധമില്ല. പറയട്ടെ. രവിശങ്കർ പ്രകോപിതനാവാതെ പ്ലീസ്. നിങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്ന ബി സൈലന്റ്. ഇത് പാർട്ടി കമ്മിറ്റി മീറ്റിംഗ് അല്ല. ദയവേത് ഒന്ന് സഹകരിക്കുക പ്ലീസ്. ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല കോൺഗ്രസുമായി. ഇന്ത്യ ഒട്ടാകെ ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ച പാർട്ടിയാണ്. അങ്ങനെ കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധം വേണ്ടത്. അദ്ദേഹത്തിന് വല്ലാത്ത രീതിയിൽ അദ്ദേഹം അസ്വസ്ഥനാകുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കട്ടു എന്ന് ആരും അമ്പലക്കള്ളന്മാരെ ഇത്തരത്തിലുള്ള അമ്പലക്കള്ളന്മാരെ കൊണ്ടുപോയി കാണിച്ചത് സോണിയാഗാന്ധിയെ, ഞങ്ങളല്ല ആന്റണിയും അടൂർ പ്രകാശുമാണ് കൊണ്ടുപോയി സോണിയാഗാന്ധി കെട്ടി കൊടുത്തത്. ഞങ്ങളല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. സോണിയാഗാന്ധിയെ കാണാൻ കരുണാകരന് പറ്റിയില്ല. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കരുണാകരന് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. ആവേശമൊത്ത് താങ്കൾ പുറത്തേക്ക് ചാടരുത്. ദയവേത് പ്ലീസ് സ്വയം നിയന്ത്രിക്കുക. ഓക്കെ, പറയാൻ പറ്റില്ല. അങ്ങേക്ക് അറിയാമല്ലോ ഈ കാര്യം. നിങ്ങളൊന്നും ചെയ്യാനില്ല. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. മറക്കരുത്. ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ഇന്ത്യ സഖ്യത്തിൽ CPIM ഇല്ല സർ. ഞങ്ങളില്ല. ഇന്ത്യ സഖ്യത്തിൽ ഞങ്ങളില്ല. CPI ഉണ്ടാവും, ഞങ്ങളില്ല. ശരി. പറയട്ടെ. തൗഫീഖിന്റെ അവസരമാണ്. ദയവേത് തടസ്സപ്പെടുത്താതെ. അടൂർ പ്രകാശിനും നമ്മുടെ ആന്റണി നിൽക്കുന്ന പടം വന്ന് ഞാനല്ല ഇട്ടത്. പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഈ CPM പാർട്ടി. ഈ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് 4 കോർപ്പറേഷൻ UDF ജയിച്ചു, 7 ജില്ലാ പഞ്ചായത്തിൽ UDF ജയിച്ചു, 54 ബാക്കി 7 ഞങ്ങൾ ജയിച്ചേ. 941 യൂണിറ്റ് നമുക്ക് നോക്കാം. ഈ ജനങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ കേരളത്തിലൊന്നും അല്ലത്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ വർഗീയവാദികളും ജമാഅത്തെ ഇസ്ലാമിയായിട്ടും SDPയുമായിട്ടും ബന്ധമുണ്ടാക്കി നിങ്ങൾക്ക് എന്ത് മതേതരത്തെ പറയേണ്ട അവകാശം? ജമാഅത്തെ ഇസ്ലാമിയും SDPയുമായിട്ട് ബന്ധമുണ്ടാക്കി നിങ്ങൾക്ക് രാജ്യത്തെ മതേതരത്തെ പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വർഗീയ കക്ഷി SITയുടെ അന്വേഷണത്തിൽ തുടങ്ങിയ ചർച്ച പോയി നിൽക്കുന്നത് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയിലും SDPയിലുമാണ്. തൗഫീഖ് അതുപോലെ രവിശങ്കർ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഞാനൊന്ന് മഹേഷ് പണിക്കറിലേക്ക് പോവുകയാണ്. ദയവേത് പ്ലീസ്.